ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേന ഫ്രൈഡ് റെസിപ്പി കണ്ടു നോക്കിയാലോ. ബീഫ് ഫ്രൈഡ് ഒക്കെ ഒരു ടേസ്റ്റിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാൻ വെച്ച് ആ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചേന ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഓരോ ചേനയുടെ വേവും വ്യത്യാസമായിരിക്കും. നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ആ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചേന ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കരുത്. ഈ ചേന ഏകദേശം പകുതി കുക്കായിട്ട് വരുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഏകദേശം പകുതി കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ആ ചേനയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അതിനുശേഷം നമുക്കിത് ഇതിൽ നിന്ന് ഊറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഊറ്റി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. ഓരോ ചില ചേന പെട്ടെന്ന് വെന്ത് കിട്ടും, ചില ചേന പെട്ടെന്ന് വെന്ത് കിട്ടില്ല, കുറേ ടൈം എടുക്കും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ. അതാണ് ഞാൻ കറക്റ്റ് ടൈം പറയാഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചിട്ട് ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളിയുടെ അല്ലിയാണ് കേട്ടോ, ചെറിയൊരു 6 അല്ലി വെളുത്തുള്ളിയുടെ അല്ലി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 ചെറിയുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഈ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേന ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഈ ചേനയും 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ആ വെളിച്ചെണ്ണയിൽ ചേനയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. 2 മിനിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിത് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുള്ള ചേനയാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമുക്കിതുപോലെ കിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നോക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ലാസ്റ്റായിട്ട് നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ മിക്സ് ആയതിനു ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇറച്ചിയുടെ മീനുണ്ട് ഒന്നും ആവശ്യമില്ല കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ഇത് കൂട്ടി കഴിച്ചാൽ തന്നെ ചോറ് ഒരുപാട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.